ഈ ഒരു 76ാമത്തെ വയസ്സ് എടുത്തു പറയണം. ഈ 76ാം വയസ്സിലും ഓൾ ഇന്ത്യ കറങ്ങണ. ഇനിയിപ്പോ 71 വയസ്സായല്ലേ. ഇനി ഒരുപാട് യാത്ര ചെയ്യട്ടെ, ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് യാത്ര ചെയ്യട്ടെ. പ്രകൃതിയാണ് വലുത്, പ്രപഞ്ചമാണ് വലുത്. ഇത് സത്യം മനസ്സിലാക്കണം, ഇതിനെ സംരക്ഷിക്കണം. കോടാനുകോടി വർഷങ്ങൾക്ക് മുന്നുണ്ടായതാണ് ഇതെല്ലാം. RTC ബസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഗതി എന്ന്. നെക്സ്റ്റ് ഉല്ലാസ യാത്ര തുടങ്ങിയിട്ടുണ്ട്. താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് നെല്ലിയാമ്പതിയിലേക്ക് വെറും 1050 വരുന്നുള്ളൂ ഒരാൾക്ക്. അത് അൺലിമിറ്റഡ് ഫുഡ് പറഞ്ഞാൽ 4 നേരം ഫുഡ്. കുസാൽ മുന്തിരി എന്ന് തന്നെ പറയാം. അടിപൊളിയാണ്. ഇപ്പോൾ സ്വതവേ ഞാനൊരു KSRTC ബസ്സിന് മുന്നിൽ നിന്ന് ഒരു വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതെന്തോ ഒരു പുതിയൊരു ട്രിപ്പായിട്ട് വന്നതാണെന്ന്. പിന്നെ പയമായിട്ട് തന്നെ നമ്മളപ്പം ഒന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, ഷെഫീഖ് കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പൊളിക്കണ്ടേ? പൊളിച്ചെടുക്കണ്ടേ? ഇന്ന് നമ്മൾ പൊളിച്ചെടുക്കും. നമ്മൾ ഫസ്റ്റ് ടൈമാണ് താമരശ്ശേരി ഡിപ്പോന്ന് ഒരു ഉല്ലാസയാത്ര പോകണേ അല്ലേ? അപ്പം നെല്ലിയാമ്പതി നമ്മൾ സെറ്റ് ആക്കണം. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ നിർത്തിയിട്ടുള്ളത് രാവിലെ 4 മണിക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. ഇപ്പോൾ നമ്മളുള്ളത് ഏകദേശം പാലക്കാട് റൂട്ടിൽ ചെറുപ്പശ്ശേരി കഴിഞ്ഞിട്ട് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ബസ് നിർത്തിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ ഒരാൾക്ക് വരുന്നത് 1050 അല്ലേ? 1050 പ്രൈസ് വരുന്നത്. അതിൽ ഇൻക്ലൂഡഡ് ഫുഡ് കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടാണ്. ഏകദേശം 4 നേരത്തെ ഫുഡ്. 4 നേരം കഴിച്ചാൽ മതി, 5ാമത്തെ നേരങ്ങൾ ഇതാക്കണ്ട. അപ്പോൾ 4 നേരത്തെ ഫുഡ് അടക്കമാണ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തി. അപ്പോൾ അതെന്തായാലും നമുക്ക് ഹോട്ടലിലേക്ക് കയറാം, എന്താ ഐറ്റംസ് നോക്കാം പോലെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്, സാമ്പാർ, ചട്നി, എല്ലാ ഐറ്റംസും ഉണ്ട്. പാലക്കാടിൻ്റെ അതിൻ്റേതായ ഒരു രുചി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നെക്സ്റ്റ് പോവാണ്. ഒലവക്കോട് നിന്നാണ് ഈ ബസ്സിലേക്ക് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനുള്ള ആൾ കയറുന്നത്. അത് കഴിഞ്ഞാലുള്ളൂ എവിടെയൊക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കറക്റ്റ് പറയാൻ പറ്റുക. ഒന്ന് പൊളിക്കാം നമുക്ക്. അടിക്കടിക്ക് പോത്തുട്ടി ഡാം കഴിഞ്ഞേൽക്കാണ് നെല്ലിയാമ്പതിയിലേക്കുള്ള ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ വരുന്നത്. പ്രൈവറ്റ് ബസ്, പ്രൈവറ്റ് കാറൊക്കെ ആകുമ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊരു നിശ്ചിത നിരക്ക് ടിക്കറ്റ് കൊടുക്കാറുണ്ട്. KSRTC ബസ് എവിടെയും മുൻഗണനല്ല. ആനവണ്ടി അടിപൊളിയല്ല, ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഒന്ന് മാറിക്ക്, നമ്മളൊന്ന് കടന്നു പോട്ടെ. പിന്നെ നമ്മൾ തിരിച്ചു വരുന്ന ടൈമിനാട്ടോ നമ്മൾ പോത്തുട്ടി ഡാമിൽ കയറുന്നത്. അപ്പോൾ ഇവിടുന്ന് മുതലാണ് ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മീഡിയാസിലൊക്കെ ഭയങ്കര പബ്ലിസിറ്റി കിട്ടിയൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ചെറുനെല്ലി ബംഗ്ലാവാണ്. ഇതിനു മുമ്പ് ഗണേഷ് കുമാറും PC ജോർജും തമ്മിലുള്ള ചെറിയൊരു ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ പോകുന്നില്ല. പിന്നെ ഈ ഒരു യാത്രൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു നോർമൽ ബഡ്ജറ്റ് ലെവലിലുള്ള ഒരു ട്രിപ്പ് തന്നെ ഇവിടെ പ്ലാൻ ചെയ്തതെന്നല്ല, എല്ലാവർക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു യാത്രയിൽ വലിയ വലിയ ആൾക്കാർ, അതായത് ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, നമ്മളെ കപ്പലത്തെ കപ്പിത്താൻ, അതായത് ക്യാപ്റ്റൻ വരെ ഈ ബസ്സിലുണ്ട്. അത്രക്കും എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്ന ഒരു യാത്രയാണ് ഈ ആനവണ്ടിത്തെ യാത്ര. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. സാധാരണ എല്ലാ ട്രിപ്പിലും ഒരു നോർമൽ ആൾക്കാരാണ്. ഈ ഒരു ട്രിപ്പിൽ വലിയ വലിയ ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഏറ്റെടുത്ത് കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായിട്ടോ. നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് റോഡിലേക്ക് കയറിയതിന് ശേഷം ഫസ്റ്റ് സ്പോട്ടായ വരയാട് മലൻ്റെ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. വരയാട് മലൻ്റെ മുകളിൽ എത്തിയിട്ട് ഇവിടെ ഒരു ഗുരുണ്ട്. ഗുരുവിനോട് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം.
ഈ മല വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കൊല്ലങ്കോട് മഹാരാജാവിൻ്റെ അതിരിൽപ്പെട്ടാണ്. അപ്പോൾ തമ്പുരാൻകാട് എന്ന് പറയുന്നത്, ഈ തമ്പുരാൻകാട് എന്ന് പറയാൻ കാരണം നമ്മുടെ മഹാരാജാവിൻ്റെ ഭൂമി ആയതുകൊണ്ടാണ്, കൊല്ലങ്കോട് മഹാരാജാവിൻ്റെ ഭൂമി ആയതുകൊണ്ടാണ്, അവരുടെ എല്ലാം ഈ സ്വത്തുക്ക. അപ്പോൾ ഇതിലിപ്പോൾ ഈ മല പേര് വരയാട് മല എന്ന്. പണ്ട് ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തമ്പുരാൻകാട് പറയും. അപ്പോൾ ഇതിന് മുകളിൽ കുറേ വരയാട് വന്നിട്ടുണ്ട്. അപ്പോൾ വരയാട് മല എന്നാണ് ഇപ്പോൾ ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഈ പോയിന്റിൽ ഞാൻ നിൽക്കുക കാരണം എവിടെ നിൽക്കുന്നത് ചോദിച്ചാൽ ഗുരു പോയിന്റിൽ നിൽക്കുന്നത് പറയും. അപ്പോൾ അവരുടെ പേരാണ്, അപ്പോൾ പേര് നെല്ലിയമ്പതിൻ്റെ വരയാട് മലന്റെ ഗുരുവാണ്. വരയാട് മലന്റെ ചോട്ടി നിൽക്കുന്ന ഗുരുവാണ്. ഇപ്പൊ വരയാട് പോകാൻ വരുമോ? അങ്ങനെയല്ല, കാലത്ത് അങ്ങനെ ഇതിന് ഒരു പ്രത്യേക സമയമുണ്ട്. ഒരു 4 മണി കഴിഞ്ഞാൽ ആ കല്ലിൽ വന്ന് നിൽക്കും. ആ കല്ലിലല്ലേ? അതാ ഇപ്പുറത്തെ കല്ലിൽ വെക്കും. ഒരു കാരണവശാലും വരയായിട്ട് ഞാൻ ഈ പുൽക്കാട്ട് കണ്ടിട്ടില്ല. പാറിന് മുകളിൽ ഉണങ്ങിയ പുല്ല് സ്ഥലത്തേ കണ്ടിട്ടുള്ളൂ. ഇതിപ്പോ ഇനിയിപ്പോ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരയാട് വരാൻ ചാൻസ് ഉണ്ട്. അല്ല, ഇതിപ്പോ വന്യമൃഗശാലയല്ലല്ലോ, ഇത് അവരവിടെ നിൽക്കുന്നത്. ഇത് നെല്ലിയമ്പതി റേഞ്ച് എന്ന് പറയാൻ 850 കിലോമീറ്റർ ചുറ്റിൽ കിടന്ന സ്ഥലമാണ്. അത് 53 ആന, 7 പുലി, 3 കടുവ ഇപ്പം നിലവിൽ വീട് അല്ലല്ലോ. അപ്പൊ പ്രകൃതിയാണ് വലുത്, പ്രപഞ്ചമാണ് വലുത്. ഞാൻ ആയിരം വട്ടം പറയണം, ആരും നമ്മൾ വലിയവരല്ല, ഇവിടെ നിന്ന് എല്ലാവരും എടുക്കപ്പെടും. പക്ഷെ അടുത്ത തലമുറ ഇവിടെ വരണമെങ്കിൽ ഈ പച്ചപ്പും തണുപ്പും കോടമഞ്ഞൊക്കെ ഇവിടെ വേണം. ഈ പ്രകൃതിനെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും, ഇന്ത്യൻ പൗരൻ്റെ അല്ല, ഈ ലോകരാഷ്ട്രങ്ങളിലെ എല്ലാ മനുഷ്യൻ്റെയും കടമയാണ്. അപ്പോൾ ഗുരു പോയിന്റിൽ നിന്ന് നെക്സ്റ്റ് പോകുന്നത് നമ്മൾ സീതാകുയിലേക്കാണ്. ഈ സീതാകുയിലേക്ക് പോണതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോണ വഴികൾ എന്ത് ഭംഗിയാണ് കാണാൻ, നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം 2 സൈഡ് ഫോറസ്റ്റ്, അതിൻ്റെ നടുവ് കൂടി ഒരു ചെറിയൊരു റോഡാണ് വരുന്നത്. പക്ഷെ മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ശരിക്കും ബ്ലോക്കാവും. ഒരു ബസ് ഇങ്ങോട്ടൊന്നും ബസ് അലൗഡ് ഇല്ല. ഇപ്പോൾ ഈ ഒരു ഉല്ലാസയാത്ര ആയതുകൊണ്ട് മാത്രമാണ് KSRTC ബസ്സിന് പെർമിഷൻ ഉള്ളത്. അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ മുമ്പ് വരെയുള്ളൂ ബസ് എത്തുക. അവിടുന്ന് അങ്ങോട്ട് ജീപ്പ് വന്നതും വിളിച്ചിട്ടാണ് ഇവിടേക്ക് വരേണ്ടത്, നിങ്ങൾ ബസ്സിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പോൾ എന്തായാലും അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോണ ഈ ഒരു പ്ലേസാണ് മെയിനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ എല്ലാവർക്കും വരുന്ന എല്ലാവർക്കും ഇങ്ങോട്ട് പോണ ഈ വൈകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് സീതാകുയിൻ്റെ അടിപൊളി കാഴ്ചകളിലേക്ക് പോവാം. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് സീതാകുയി. നമുക്ക് ഇതിനെ പറ്റി കൂടുതൽ അറിയുന്ന ഒരാളോട് നമ്മൾ ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ സീതാകുയി എന്നുള്ള പേര് എങ്ങനെ വന്ന്, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ. അപ്പോൾ ആദ്യം ഇവിടെ സ്ഥലങ്ങൾ കാണും. എന്തായാലും ഈ സീതാകുയി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ അറിയാണെങ്കിൽ നമുക്ക് അവിടേക്ക് താഴോട്ട് ഇറങ്ങിച്ചെല്ലാം. ഏകദേശം 500 മീറ്റർ നടന്നു വന്നപ്പോൾ അടിപൊളി വ്യൂ എന്നാണ്, അടിപൊളി വ്യൂ. താഴോട്ട് നോക്കി കഴിഞ്ഞാൽ പാലക്കാട് മൊത്തം കാണാം. പാലക്കാട് മൊത്തം കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് നെൽകൃഷിയൊക്കെ ആയിട്ട് പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അടിപൊളി പച്ചപ്പ്. അതിന് തൊട്ടടുത്താണ് ഒരു മലയും കാണാം. പക്ഷേ അങ്ങോട്ട് നടന്നു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നടക്കാനുള്ള അഡ്വഞ്ചർ ട്രക്കിങ് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ വ്യൂ കാര്യങ്ങളൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏതായാലും നമ്മൾ വന്ന ഈ വ്യൂ എന്നാണ് അങ്ങോട്ട് കിട്ടുന്നത് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ സ്ഥലങ്ങൾ കാണിച്ചിട്ട് തിരിച്ചു പോകുന്നത്. ഏകദേശം ഇവിടെ നമുക്ക് ടൈം തന്നത് ഏകദേശം 3/4 മണിക്കൂറാണ് തന്നത്. പിന്നെ പറഞ്ഞാൽ സീതാകുയി എന്ന് പറയാൻ പേര് വരാനുള്ള കാരണം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. സീത കുളിക്കാൻ വന്നൊരു സ്ഥലമുണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ, അതാണ് ഈ സീതാകുയി എന്നുള്ള പേര് വരാനുള്ള കാരണം. അത് നമുക്ക് വിഷ്വൽസ് കിട്ടിയിട്ടില്ല, കാരണം നമ്മൾ ബസ് പോണ ടൈമിലാണ് നമുക്ക് ആ ഒരു ഇത് കാണിച്ചത്. പെട്ടെന്ന് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ട്രാവലിംഗ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. കാരണം ഏകദേശം പ്രായമുള്ള ഒരാൾ, ഒരു 76 വയസ്സുള്ള ആൾ ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞിപ്പം വന്നിട്ടേ ഉള്ളൂ. ഏകദേശം ഓൾ ഇന്ത്യ എല്ലാ സ്ഥലവും കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തുക, അത് ഫാമിലി ആയിട്ട് മാത്രം പോവുള്ളൂ. എൻ്റെ പേരെന്താ? മാധവൻ. താമരശ്ശേരി. താലൂക്ക് ആശുപത്രിക്ക് അടുത്തന്നെ. ഏകദേശം ഇന്ത്യയിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഗോവ, രാജസ്ഥാൻ, പഞ്ചാബ്, ഡൽഹി, പിന്നെ ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ കാണാത്ത സ്ഥലം ഏതെങ്കിലും ഉണ്ടോ? കാശ്മീർ മാത്രം കണ്ടിട്ടില്ല. പിന്നെ അതേപോലെ വടക്ക് സിക്കിം, ബംഗാള് കണ്ടിട്ടില്ല. ഗുജറാത്ത്. കാരണം എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവണം. ഈ ഒരു 76-ാമത്തെ വയസ്സ് എടുത്ത് പറയണം. ഈ 76-ാം വയസ്സിലും
ഓൾ ഇന്ത്യ കറങ്ങണ ഇനിയിപ്പോ 71 വയസ്സായല്ലേ. ഇനി ഒരുപാട് യാത്ര ചെയ്യട്ടെ, ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് യാത്ര ചെയ്യട്ടെ. ഇന്ത്യന്റെ പുറത്ത് പോകണം ഇനി. യാത്ര ഇഷ്ടപ്പെടുന്ന പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കണല്ലേ. യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാല് നല്ല നല്ല സ്ഥലങ്ങള് ഇത് ആസ്വദിക്കുമ്പോൾ എന്താ പറയുക, മനസ്സിനൊരു പ്രത്യേക ഒരു സുഖമാണ് അല്ലേ. ഒരുപാട് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി നമ്മൾ മനസ്സ് റിലാക്സ് ആക്കിയിട്ട് പോണ ഒരു യാത്രയാണ്. അപ്പോൾ ഇനി ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോട്ടെ. അപ്പോൾ സീതാകോയിൽ നിന്ന് നെക്സ്റ്റ് ടാർഗറ്റ് ആയ സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാട്ടോ, കുറച്ച് എനർജി ഒന്നുകൂടി വേണ്ടേ. എനർജി വേണമെങ്കിൽ കുറച്ച് ഫുഡ് കഴിക്കണം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ഫുഡ്, ഈവനിങ് സ്നാക്സ്, സമയത്തെ നൈറ്റ് ഫുഡ്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടാണ് 1050 വരുന്നത്. കുഴപ്പമില്ല, രാവിലത്തെ ഫുഡ് കുഴപ്പമില്ല. 2-3 ഇഡ്ഡലി, ഒരു വട, ഒരു ചായ, ഇതാണ് വരുന്നത്. ഉച്ചക്കത്തെ ഫുഡ് കാര്യങ്ങൾ എന്താ ഐറ്റംസുകൾ നോക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യ്. അപ്പോൾ നമുക്ക് എന്താ ഫുഡ് ഉള്ള കഴിക്കാൻ വേണ്ടി പോവാം. ഇവിടെ തൊട്ടടുത്തൊരു ഹോട്ടലിൽ ഫുഡ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെല്ലിയാമ്പതിയിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ഒരു ഹോട്ടലുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പോണത്. ഇതിൻ്റെ ഉള്ളിൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറുന്നാണെങ്കിൽ ആദ്യം വരിക്കണം, പ്ലേറ്റ് എടുക്കണം. പ്ലേറ്റ് എടുക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് തന്നെ അച്ചാറുണ്ട്, പായസം കണ്ടല്ലേ. അടിപൊളിയാണല്ലോ. പിന്നെ വേറെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, ഞാൻ ഇപ്പം കാണിച്ചു തരാം. ചോറ് കാണട്ടെ, കുറച്ച് മതി, ചോറ് വേണ്ട. അത് മതിയാ. എന്ത് കറിയാക്കാ? മീൻകറി. അതിലാണ് അതിൻ്റെ വാല തന്നെ വേണേ. ഇത് തല മാത്രമാണല്ലോ. തല ഒന്ന് പ്രശ്നം വന്നില്ലേ? ഞാൻ പറയും ഇവിടെ എന്താ വേണ്ട. ഇതൊക്കെ ഐറ്റംസുകൾ ഉണ്ട് കേട്ടോ. ഇതെന്താ മോരോ? പായസം എവിടെ? പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. വന്നോളി, ഇരുന്നോളി, തിന്നോളി, പൊയ്ക്കോളണേ. ഇവിടെ റെസ്റ്റ് എടുക്കരുത്. എല്ലാവർക്കും ഓരോ റൂമിൽ പോയിട്ട് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുക. അത് വല്ലാത്തൊരു പ്രത്യേകത അല്ലേ. നല്ല പുറത്തേത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല മീൻകറി ഉണ്ട്, പച്ചക്കറി ഉണ്ട്, പപ്പടം ഉണ്ട്, എല്ലാ ഐറ്റംസുകളും ഉണ്ട്. ഭക്ഷണം കഴിക്കട്ടെ പറഞ്ഞാൽ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കുറച്ച് റെസ്റ്റാണ്. ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഹോട്ടലിലെ റൂമിൻ്റെ ഉള്ളിലാണ് സൗകര്യം ചെയ്തത്. അതെന്താ ഇനി റെസ്റ്റാണ്. അപ്പോൾ കാശ്മീർ ബാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് AVTൻ്റെ തേയില ഫാക്ടറി വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ടോപ്പിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ഉത്തരവാദിത്തം കുറച്ച് കൂടുതലുള്ള ആളാട്ടോ. എവിടെ പോത്ത്, എവിടെ പാറ, എവിടെ? ഞാൻ ചോദിച്ചത് പോത്തും പാറയോ? ഇവിടെ പോത്തുംപാറ എന്നുള്ള പേരും ഫുള്ള് തേയില തോട്ടങ്ങളും.